ഹലോ എവറി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇത് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഓവർവ്യൂ ഓഫ് എൻസൈംസ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ്. അപ്പോൾ നമുക്ക് ഫുഡ് പ്രോസസ്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈംസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. പിന്നെ അതിൻ്റെ മോളിക്കുലർ ബയോളജിയും കൂടെ നമ്മൾ നോക്കും. അതായത് എൻസൈംസ് ഏതൊക്കെ ഓർഗാനിസത്തിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ എൻസൈംസിൽ നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്ങിലായാലും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല പർപ്പസുകൾക്കായിട്ട്. അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് എൻസൈംസുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് എല്ലാം കൂടെ ഒന്നും ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് എൻസൈംസും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് മെയിനായിട്ടും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം നമുക്ക് എൻസൈംസ് എന്ന് വെച്ചാൽ എന്താണ്? എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ എൻസൈംസ് എന്ന് വിളിക്കുക. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലി ബയോ കാറ്റലിസ്റ്റ് എന്ന് നമുക്ക് എൻസൈംസിനെ വിളിക്കാം. ഓക്കെ, ബയോ കാറ്റലിസ്റ്റ്. എന്താണ് ഈ കാറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കാറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ അതിൻ്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുക. അതായത് സ്പീഡിൽ നടക്കണോ സ്പീഡ് കുറച്ച് നടക്കണോ എന്ന് അതിൻ്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, കെമിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ. അതേപോലെ നമ്മുടെ ലിവിങ് വേൾഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിലും പല കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുക. അതായത് മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ മെറ്റബോളിക് റിയാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത്, അവരുടെ കെമിക്കൽ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ പ്രോട്ടീൻസ്. അവരെന്താണ്? പ്രോട്ടീൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ് വിച്ച് ആർ പ്രോട്ടീൻസ്. അപ്പോൾ ഈ എൻസൈംസ് നമ്മൾ കൂടുതലും പല ഇൻഡസ്ട്രീസിലും നമ്മൾ യൂസ് ചെയ്യും. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിലും അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രീസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എൻസൈംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രഡീഷണലി നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും, അതായത് മമേലിയൻ സെൽസിൽ നിന്നും മൈക്രോ ഓർഗാനിസത്തിൽ നിന്നുമാണ് നമ്മൾ എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് അതിനെ കൾച്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എൻസൈംസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തത്. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂ ടെക്നോളജീസ് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. പല രീതിയിലുള്ള പ്രോസസ്സിങ് ടെക്നോളജീസ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ കോപ്പപ്പ് ചെയ്യണമെങ്കിൽ ഈ എൻസൈംസിനകത്ത് എന്ത് വേണം? കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണം. എന്നാൽ മാത്രമേ, അതായത് ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എൻസൈംസ് എന്തായിരിക്കും? പ്രോട്ടീൻസ് അല്ലേ. യൂഷ്വലി പ്രോട്ടീൻസിന് എന്ത് പറ്റും? ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അവർ ഡീനേച്ചർ ചെയ്ത് പോകും, അവർ നശിച്ചു പോകും അല്ലേ. സോ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എൻസൈംസിനെ കൺവേർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. എന്താണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി? അതായത് യൂഷ്വലി ഇപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസത്തിനകത്ത് അവർ അമൈലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ അതെന്താണ്? അതൊരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കോഡ് ചെയ്യുന്നത് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയലാണ്. സോ നമ്മളുടെ ആ ജീനിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ജീനുള്ള അല്ലെങ്കിൽ പ്രോട്ടീനുള്ള ഒരു മൈക്രോബിൻ്റെ DNA നമുക്ക് വേണ്ടതും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യിക്കാം അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടത്താൻ പറ്റും. അതുവഴി നമുക്ക് വേണ്ടത്ര രീതിയിൽ വേണ്ട ഈൽഡിൽ നമുക്ക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതായത് കൾച്ചറിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ റീകോമ്പിനൻറ്റ് DNA ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട രീതിയിൽ എൻസൈംസിനെ നമ്മൾ എൻജിനീയർ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് സച്ച് എൻസൈം മേ ബി ഡിസ്കവേർഡ് ബൈ screening microorganism sample from diverse environment or develop a modification of non-enzyme using modern methods of protein engineering. പ്രോട്ടീൻ എഞ്ചിനീയറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അലൈൻമെൻറ്റിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു എൻസൈം ആക്കിയെടുക്കാൻ പറ്റും. സോ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ന്യൂ ടെക്നിക്സ് വരുന്ന സമയത്ത് നമ്മൾ എൻസൈംസിനെ ഓൾട്ടർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അമൈലേസോ ലിപ്പേസോ പോലത്തെ എൻസൈംസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ അവരുടെ പ്രോപ്പർട്ടി എന്ത് വേണം എന്നുള്ള, അതായത് ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിട്ടുള്ളത് വേണോ, അങ്ങനെയൊക്കെ ഉള്ള അമൈലേസിനെയോ ലിപ്പേസിനെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ടൈലർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോബിയൽ പ്രൊഡക്ഷൻ സ്ട്രെയിൻസ്. അതായത് നമ്മൾ ആ മൈക്രോബിയൽ സ്ട്രെയിനിനെ നമുക്ക് എന്താണ്? ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഈൽഡ്, അതായത് എൻസൈം പ്രൊഡക്ഷൻ അവർക്ക് നമുക്ക്
കൂട്ടാൻ പറ്റും. ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മൈക്രോബിൻ്റെ പ്രൊഡക്ഷൻ സ്ട്രെയിൻസ്, അതായത് ഹൈ ലെവലിൽ എൻസൈം ഈൽഡ് ചെയ്യുന്ന മൈക്രോബ്സിനെ നമുക്ക് അല്ലെങ്കിൽ സ്ട്രെയിൻസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അതായത് നമുക്ക് ഹൈ എമൗണ്ടിൽ അമൈലൈസോ ലിപ്പൈസോ അങ്ങനത്തെ ഏതെങ്കിലും എൻസൈം വേണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ മൈക്രോബിയൽ സ്ട്രെയിൻസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, മോറോവർ സെർഡ് ഫഞ്ചൈനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എൻസൈം പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അവരെ നമ്മളിങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇവിടെ നമ്മളൊരു ഹോസ്റ്റ് ഓർഗാനിസം കാണും. ആ ഹോസ്റ്റ് ഓർഗാനിസത്തിന് ആ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീൻ ഉണ്ടാവില്ലേ, അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് വേണ്ടതിനായിട്ട് അതിനെ ക്ലബ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂഷ്വലി നമ്മൾ ബാക്ടീരിയ, ഈസ്റ്റ്, ഫഞ്ചൈ ഇതിലൊക്കെ വെച്ചാണ് ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജി ചെയ്യാറ്. പിന്നെ പ്രോട്ടീൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതെന്താണ്, നമ്മൾ ആ പ്രോട്ടീൻ്റെ സീക്വൻസിൽ ചേഞ്ചസ് കൊണ്ടുവരും സോ ദാറ്റ് ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റെബിലിറ്റി, ആക്ടിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. ഓക്കെ, അടുത്തൊരു ടെക്നോളജിയാണ് ഡയറക്റ്റഡ് എവല്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജീൻസിൽ നമ്മൾ മ്യൂട്ടാജനസിസ് കോസ് ചെയ്യും സോ ദാറ്റ് ആ ഉണ്ടാവുന്ന എൻസൈംസ് എന്തായിരിക്കും, നമുക്ക് വേണ്ട പ്രോപ്പർട്ടി ഉള്ളതായിരിക്കും. ഓക്കെ, പിന്നെ മൈക്രോബിയൽ എൻസൈംസിൽ നമ്മൾ കൂടുതലും എന്താണ്, മൈക്രോബ്സിനെ ഓൾട്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ മൈക്രോബ്സ് റാപ്പിഡ് ഗ്രോത്ത് ഉള്ള മൈക്രോബ്സിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. പിന്നെ വരുന്നതാണ് എൻസൈം ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടൂൾ ടു ഒപ്റ്റിമൈസ് ദ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം. എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് എൻസൈം ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് കൂടുതൽ നമ്മൾ ഫെർമെൻറ്റേഷൻ കണ്ടീഷൻ, അതേപോലെ ഹൈ പ്രൊഡക്റ്റീവ് സ്ട്രെയിൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൾച്ചർ മീഡിയ ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ എൻസൈം ഒപ്റ്റിമൈസേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഇത്രയും മെത്തേഡ്സ് വെച്ചിട്ടാണ് നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള എൻസൈംസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രമോസൈംസ് ഉണ്ട്. എക്സ്ട്രമോസൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എക്സ്ട്രീം കണ്ടീഷൻസിൽ, അതായത് ഹൈ ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ pH ആ ഒരു കണ്ടീഷനിൽ പോലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എൻസൈംസിനെയാണ് നമ്മൾ എക്സ്ട്രമോസൈംസ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് യൂസിങ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഓക്കെ, സോ ഇത്രയും രീതിയിലാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള എൻസൈംസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഓവർവ്യൂ നോക്കാം, അതായത് എൻസൈംസും അതിൻ്റെ റോളും. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ടേബിൾ നന്നായിട്ട് അങ്ങ് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എൻസൈംസിൻ്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഈ ഒരു ടേബിൾ നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. സോ മെയിൻലി നമുക്ക് 6 ക്ലാസ് ഓഫ് എൻസൈംസ് ആണ് വരുന്നത് കേട്ടോ. 6 ക്ലാസ് ഓഫ് എൻസൈംസ് ആണ്. അപ്പോൾ ആ 6 ക്ലാസ്സിലും നമുക്ക് വരുന്ന എൻസൈംസുകളും അവരുടെ റോൾസും ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസ്. ഓക്സിഡോ റിഡക്റ്റേസ് ആണ് ഫസ്റ്റ് ക്ലാസ് ഓഫ് എൻസൈം. അവർ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സുകളെയൊക്കെയാണ് അവർ കാറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ഗ്ലൂക്കോസ് ഓക്സിഡേസ്, ലാക്കേസ്, ലിപ്പോക്സിജനേസ്. ഓക്കെ, ഇത് ഇത്രയാണ് ഓക്സിഡോ റിഡക്റ്റേസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ഓക്സിഡേസ്, ലാക്കേസ്, ലിപ്പോക്സിജനേസ്. ഓക്കെ, അതിൽ ഗ്ലൂക്കോസ് ഓക്സിഡേസ് നമ്മൾ കൂടുതലും ഡവിൻ്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ലാക്കേസ് നമ്മൾ ജ്യൂസ് ക്ലാരിഫിക്കേഷനും ഫ്ലേവർ എൻഹാൻസേഴ്സ് ഇൻ ബിയേഴ്സിലുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബിയറിൽ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനും അതുപോലെ ജ്യൂസിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്താനും നമ്മൾ ലാക്കേസ് യൂസ് ചെയ്യും. ലിപ്പോക്സിജനേസ് ഡോ സ്ട്രെങ്തനിങ്ങും അതുപോലെ ബ്രെഡ് വൈറ്റനിങ്ങിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ്. അപ്പോൾ 3 ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈമാണ്: ഗ്ലൂക്കോസ് ഓക്സിഡേസ്, ലാക്കേസ് ആൻഡ് ലിപ്പോക്സിജനേസ്. ഇനി അടുത്താണ് ട്രാൻസ്ഫറേസ്. അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. സോ ദേ ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സൈക്ലോഡെക്സ്ട്രിൻ. രണ്ടാമത്താണ് ഫ്രക്ടോസൈൽ ട്രാൻസ്ഫറേസ്. അവർ നമ്മൾ ഫ്രക്ടോസ് ഒളിഗോമേഴ്സിൻ്റെ സിന്തസിസിന് വേണ്ടിയാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുക. പിന്നെ ട്രാൻസ്ഗ്ലൂട്ടാമിനേസ് ആണ്. അവർ നമ്മൾ ചില കോമ്പൗണ്ട്സിൻ്റെ വിസ്കോ എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡവ് പ്രോസസ്സിങ്ങിലും മീറ്റ് പ്രോസസ്സിങ്ങിനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഗ്ലൂട്ടാമിനേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഓഫ് എൻസൈമാണ്. അതിലാണ് ഒരുപാട് എൻസൈംസ് വരുന്നത്. ഹൈഡ്രോലേസ്. ഇതാണ് ഹൈഡ്രോലേസ് ആണ്. അവരാണ് ഈ ബ്രേക്കിൽ ഹൈഡ്രോലൈസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അമൈലേസ്.
സോ അവരുടെ ഫങ്ഷൻസ് നോക്കാം. സ്റ്റാർച്ച് ലിക്വിഫാക്ഷൻ ആൻഡ് സെക്കാരിഫിക്കേഷൻ, അതാണ് മെയിൻ ഫങ്ഷൻ. പിന്നെ ദേ ഇൻക്രീസസ് ദ ഷെൽഫ് ലൈഫ് ആൻഡ് ക്വാളിറ്റി ബൈ റീറ്റെയിനിങ് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഫുഡിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ബ്രെഡിൻ്റെയൊക്കെ ക്വാളിറ്റി, അതേപോലെ അവരുടെ ഷെൽഫ് ലൈഫ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദേ ഇംപ്രൂവ്സ് ദ ഇലാസ്റ്റിക് ആൻഡ് സോഫ്റ്റ് നേച്ചർ. പിന്നെ ബ്രെഡ് സോഫ്റ്റനിങ്ങിനും വോളിയം ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫ്ലോർ അഡ്ജസ്റ്റ്മെൻറ്റ്, യൂണിക് ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ, ജ്യൂസ് ട്രീറ്റ്മെൻറ്റ്, ലോ കലോറി ബിയർ, ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷന് ഈ അമൈലേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തയാണ് ഗാലക്ടോസിഡേസ്. അവർ ലൂപ്പിൻസിൻ്റെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രെയിൻ ലെഗ്യൂംസിൻ്റെയും വിസ്കോസിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ആനിമൽ ഫീഡ്. പിന്നെ ഡൈജസ്റ്റബിലിറ്റി എൻഹാൻസ് ചെയ്യാനും ഈ ഗാലക്ടോസിഡേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോലൈസിൽ വരുന്ന അടുത്തയാണ് ഗ്ലൂക്കനേസ് എന്ന് പറയുന്നതും ബാർലി, ഓട്സ് ഒക്കെ ഇല്ലേ, അവരുടെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ ഫോർ ആനിമൽ ഫീഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്ലൂക്കനേസ് യൂസ് ചെയ്യും. പിന്നെ ഡൈജസ്റ്റബിലിറ്റിയും അവർ ഇംപ്രൂവ് ചെയ്യും. ഇനി ഗ്ലൂക്കോ അമൈലേസ് ഉണ്ട്, അത് സെക്കാരിഫിക്കേഷനിലാണ് അവർ ഇൻവോൾവ് ചെയ്യുന്നത്. അടുത്ത ഒരു ഹൈഡ്രോലൈസ് ആണ് ഇൻവെർട്ടേസ്, അതായത് സൂക്രോസിന്റെ ഹൈഡ്രോലൈസിന് വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ദേ ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻവേർട്ട് ഷുഗർ സിറപ്പിന്റെ പ്രൊഡക്ഷന് വേണ്ടിയും ഈ ഇൻവെർട്ടേസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തയാണ് ലാക്ടേസ്. അവരെന്താ ചെയ്യുക? ലാക്ടോസിന്റെ ഹൈഡ്രോളിസിസിലാണ്, അതേപോലെ വേ ഹൈഡ്രോളിസിസിലും അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്പേഴ്സ് ആണ്. അപ്പം ലിപ്പിഡിന്റെ ഹൈഡ്രോളിസിസ് ആണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചീസ് ഫ്ലേവർ കൊടുക്കുന്നത് പല ടൈപ്പ് ഓഫ് ലിപ്പേസസ് ആണ്. പല മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ലിപ്പേസസ് ആണ് ചീസിന് പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കൊടുക്കുക. പിന്നെ ഇമൾസിഫിക്കേഷനിൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഇമൾസിഫിക്കേഷൻ നടത്താൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ലിപ്പിഡ് ഡൈജഷൻ, യങ് ആനിമൽസിലൊക്കെ ലിപ്പിഡ് ഡൈജഷൻ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആരോമാറ്റിക് മോളിക്യൂൾസിൻ്റെ സിന്തസിസിലും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടീസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ്. മെയിൻലി കൈമോസിനും പപ്പൈനെയും പറ്റിയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഹൈഡ്രോളിസിസ് ആണ് പ്രോട്ടീസ് എന്ന് പറയുന്നത്. മിൽക്ക് ക്ലോട്ടിങ്, പിന്നെ ലോ അലർജനിക് ആയിട്ടുള്ള ഇൻഫൻറ്റ് ഫുഡ് ഫോർമുലേഷനിലൊക്കെ നമ്മൾ പ്രോട്ടീസ് യൂസ് ചെയ്യും. പിന്നെ ഡൈജസ്റ്റബിലിറ്റിയും യൂട്ടിലൈസേഷനും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീസ് യൂസ് ചെയ്യാം. ഫ്ലേവർ ഇംപ്രൂവ്മെൻറ്റിൽ, അതായത് മിൽക്കിലും ചീസിലും ഒക്കെ ഫ്ലേവർ ഇംപ്രൂവ്മെൻറ്റിൽ ചെയ്യും. പിന്നെ പപ്പായൻ വെച്ചിട്ടൊക്കെ മീറ്റ് ടെൻഡറൈസറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചിൽ ഹേസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബ്രൂവിങ്ങിലും ഇവരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ബ്രൂവിങ്ങിൽ ഈ ചിൽ ഹേസിൻ്റെ ഫോർമേഷനൊക്കെ അവർ പ്രിവെൻറ്റ് ചെയ്യാറുണ്ട്. അത്രയാണ് പ്രോട്ടീസിൻ്റെ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ പെക്റ്റിനേസ് നമ്മൾ മാഷ് ട്രീറ്റ്മെൻറ്റിനും ജ്യൂസ് ക്ലാരിഫിക്കേഷനുമാണ് മെയിനായിട്ട് പെക്റ്റിനേസ് യൂസ് ചെയ്യുന്നത്. പിന്നെ പെപ്റ്റിഡേസ് ആണ്. അവർ പ്രോട്ടീൻസിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നത് തന്നെയാണ് ഈ പെപ്റ്റിഡേസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഈ സോയ, ഗ്ലൂട്ടൻ അങ്ങനത്തെ പ്രോട്ടീൻസൊക്കെയാണ് അവർ എന്ത് ചെയ്യുക? ഹൈഡ്രോളൈസ് ചെയ്യുക. ഫോർ സാവറി ഫ്ലേവർ ആൻഡ് ചീസ് റൈപ്പനിങ്ങിലും പെപ്റ്റിഡേസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഹൈഡ്രോളൈസിൽ വരുന്നതാണ് ഫോസ്ഫോലിപ്പേസ്. അവരെന്താ ചെയ്യുക? ഫോസ്ഫോലിപ്പിഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യുക. അവർ എമൾസിഫിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഫൈറ്റേസ് ഉണ്ട്. ഫൈറ്റേസ് ഒരു ഹൈഡ്രോലൈസ് ആണ്. അവർ ഫൈറ്റേറ്റിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിലീസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡൈജസ്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ പുലനേസ് ആണ്. അവർ സെക്കാരിഫിക്കേഷനിലാണ് വരിക. പിന്നെ ലാസ്റ്റ് വൺ ആണ് സൈലനേസ്. അവർ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യാനും ഡൈജസ്റ്റബിലിറ്റി എൻഹാൻസ് ചെയ്യാനും ഡവ് കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യാനുമാണ് സൈലനേസിനെ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോലൈസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. ഇനി അടുത്തൊരു ക്ലാസ് ആണ് ലയേസസ് എന്ന് പറയുന്നത്. ലയേസസിൽ നമുക്ക് വരുന്നതാണ് അസറ്റോലാക്ടേറ്റ് ഡീകാർബോക്സിലേസ് ആണ്. അവർ ബിയർ മെച്ചുറേഷനിലാണ് വരുന്നത്. പിന്നെ ഉള്ളതാണ് ഐസോമറൈസിൽ ലൈസോസ് ഉണ്ട്, ലൈസോസ് ഐസോമറൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഐസോമറൈസ് ഉണ്ട്. അവരെന്താണ്? ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ് കാറ്റലൈസ് ചെയ്യുക. അതായത് ഗ്ലൂക്കോസ് ഐസോമറൈസിസ് ടു ഫ്രക്ടോസ്, ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കി മാറ്റുക അല്ലെങ്കിൽ ഐസോമേഴ്സ് ഫോംസ് ആക്കി മാറ്റുന്നതാണ് അവരുടെ ഫങ്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ദാറ്റ് വി യൂസ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എൻസൈംസും അവരുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവരെവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക, അതായത് ഏത്
മൈക്രോബിയൽ സോഴ്സാണ് അല്ലെങ്കിൽ ഫംഗൽ സോഴ്സാണോ എന്നുള്ള കാര്യവും അവരുടെ ആപ്ലിക്കേഷനുമാണ് നമ്മൾ ഇനി എടുത്ത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആൽഫ അമൈലേസ്. ആൽഫ അമൈലേസ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഡീഗ്രേഡിങ് എൻസൈം ആണ്. എന്താണ്? സ്റ്റാർച്ച് ഡീഗ്രേഡിങ് ആയിട്ടുള്ളൊരു എൻസൈം ആണ്. അവരെന്താ ചെയ്യുക? സ്റ്റാർച്ചിലുള്ള ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെയാണ് അവർ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഷോർട്ട് ചെയിൻ ഡെക്സ്ട്രിൻസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആൽഫ അമൈലേസ് സ്റ്റാർച്ച് ഡീഗ്രേഡിങ് എൻസൈം ആണ്. ദേ ഹൈഡ്രോലൈസ് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആൻഡ് ദേ പ്രൊഡ്യൂസ് ഷോർട്ട് ചെയിൻ ഡെക്സ്ട്രിൻസ്. ഓക്കെ, ആൻഡ് ഈ ഒരു എൻസൈം എന്ന് പറയുന്നത് മിക്ക ലിവിങ് ഓർഗാനിസത്തിനകത്തും അല്ലെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കാണുന്ന ഒരു എൻസൈം ആണ്. ആൻഡ് ദേ ആർ മെറ്റലോ എൻസൈം. അവർക്ക് എന്താണ്? അവരുടെ ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ദേ റിക്വയർസ് എ മെറ്റൽ. അതിലെ മെറ്റൽ ഏതാണ്? കാൽഷ്യം ആണ്. കാൽഷ്യം അയോണാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത പോയിന്റുകൾ മാത്രം പഠിച്ചു വെക്കുക. ആൽഫ അമൈലേസ് സ്റ്റാർച്ച് ഡീഗ്രേഡിങ് എൻസൈം ആണ്. ദേ ഹൈഡ്രോലൈസ് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആൻഡ് ഫോംസ് ഷോർട്ട് ചെയിൻ ഡെക്സ്ട്രിൻ. ആൻഡ് ദേ ആർ മെറ്റലോ എൻസൈം വിച്ച് റിക്വയർസ് കാൽഷ്യം അയോൺ. ഓക്കെ ആണല്ലോ. ഇനി ഇവർ നമ്മൾ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലേവർ എൻഹാൻസ്മെന്റ്, ആന്റി സ്റ്റാലിൻ ഏജൻറ്റ്സ്, അതായത് മോയ്സ്ചർ റിമൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ആന്റി സ്റ്റാലിൻ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് ടു ഇംപ്രൂവ് ബ്രെഡ് ക്വാളിറ്റി. ഇനി ബേക്കിംഗ് സമയത്ത് ഈ ആൽഫ അമൈലേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡവിലേക്ക് അവർ എന്താണ് സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്ത് ഡെക്സ്ട്രിൻ ആക്കി മാറ്റും. അപ്പോൾ ഈ ഡെക്സ്ട്രിൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ ഫെർമെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ഇംപ്രൂവ് ദ ടേസ്റ്റ്, ക്രസ്റ്റ് കളർ ആൻഡ് ടോസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് ദ ബ്രെഡ്. ഓക്കെ, ഇനി എൻസൈം കൺവേർഷനിൽ മെയിനായിട്ട് 3 പ്രോസസ്സുകളാണ് വരുന്നത്, അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുക. ജെലാറ്റിനൈസേഷൻ നടക്കും, ലിക്വിഫാക്ഷൻ നടക്കും, സക്കാരിഫിക്കേഷൻ നടക്കും. ജെലാറ്റിനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിസ്കസ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഗ്രാനുൾസ് ഒന്നിച്ച് ചേർന്നിട്ട് അവരെന്താണ് ഒരു വിസ്കസ് സസ്പെൻഷൻ ഫോം ചെയ്യുന്നതിനാണ് ജെലാറ്റിനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലിക്വിഫാക്ഷൻ പ്രോസസ് വിച്ച് റെഡ്യൂസസ് ദ വിസ്കോസിറ്റി ആൻഡ് ഇൻവോൾവ്സ് പാർഷ്യൽ ഹൈഡ്രോളിസിസ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാണ് സക്കാരിഫിക്കേഷൻ. അപ്പോൾ ഈ ലിക്വിഫാക്ഷൻ കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് ആൻഡ് മാൾട്ടോസ് ആർ ഫർദർ പ്രൊഡ്യൂസ്ഡ് ബൈ സക്കാരിഫിക്കേഷൻ. അപ്പോൾ സക്കാരിഫിക്കേഷൻ വഴിയാണ് നമുക്ക് ഗ്ലൂക്കോസ് ആൻഡ് മാൾട്ടോസ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ തെർമൽ പ്രോസസ്സുകളാണ് കൂടുതലും നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങിൽ യൂസ് ചെയ്യുക. അപ്പോൾ ആ തെർമൽ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള എൻസൈംസ് നമുക്ക് ആവശ്യമാണ് അല്ലേ ഈ സ്റ്റാർച്ചിൻ്റെ സക്കാരിഫിക്കേഷനിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാസിലസ് അമൈലോ ലിക്വിഫേഷ്യൻസ്, അതേപോലെ ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ്, അതേപോലെ ബാസിലസ് ലൈക്കിനിഫോമസ്, ഈ ഇത്രയും മൈക്രോബ്സിൽ നിന്ന് എടുക്കുന്ന ആൽഫ അമൈലേസ് ആണ് നമ്മൾ കൂടുതലും ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് the enzyme which they produced are thermostable. ഓക്കെ, ഹൈ ടെമ്പറേച്ചറും അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ബാസിലസ് അമൈലോ ലിക്വിഫേഷ്യസ്, ബാസിലസ് സ്റ്റീറിയോ തെർമോഫിലസ് ആൻഡ് ബാസിലസ് ലൈക്കിനിഫോമസ്, ഇതിൻ്റെ ഈ 3 ഏതെങ്കിലും ഒരു സ്ട്രെയിനിൽ നിന്നുള്ള അമൈലസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് ഓർത്തിച്ചിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് മോളിക്കുലർ ബയോളജി ആൻഡ് ഓവർ വ്യൂ ഓഫ് എൻസൈംസ് എന്നാണ് പറയുന്നത്. സോ ഈ കാര്യങ്ങളും കൂടെ നന്നായിട്ടൊന്ന് നോക്കിച്ചോളൂ. ആൻഡ് ഇതേപോലെ നമ്മൾ എന്താണ് എത്തനോളിൻ്റെ പ്രൊഡക്ഷനും അമൈലേസ് യൂസ് ചെയ്യാറുണ്ട്. സോ അവരെന്താ ചെയ്യുക? സ്റ്റാർച്ചിനെ ഫെർമെൻറ്റബിൾ ഷുഗേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അമൈലേസ് ആവശ്യമാണ്. ഈ ഷുഗേഴ്സിനാണ് ഫർദർ ഈസ്റ്റ് ചെന്ന് ആക്ട് ചെയ്തിട്ട് അവർ ആൽക്കഹോൾ ആക്കി മാറ്റുന്നത് ബൈ ഫെർമെൻറ്റേഷൻ. അതായത് സക്കാരോമൈസസ് സെർവീസ് ഈസ്റ്റ് ചെന്നിട്ട് അവിടെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് എത്തനോള് പ്രൊഡ്യൂസ് ചെയ്യാറ്. ഇനി അടുത്ത എൻസൈമാണ് ഗ്ലൂക്കോ അമൈലേസ്. ഗ്ലൂക്കോ അമൈലേസ് എന്ന് പറയുന്നത് എക്സോ ആക്ടിങ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റെഡ്യൂസിങ് എൻഡിൽ, ഏറ്റവും എൻഡിലായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സ്റ്റാർച്ചിൽ ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവർ ബീറ്റാ ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഒരു എക്സോ ആക്ടിങ് ആയിട്ടുള്ള എക്സോ എൻസൈം ആണ് വിച്ച് ഹൈഡ്രോലൈസ് സ്റ്റാർച്ച്. ഓക്കെ, അതിൻ്റെ നോൺ റെഡ്യൂസിങ് എൻഡിലാണ് അവർ ബ്രേക്ക് ചെയ്യുന്നത്. So they are also called as saccharifying enzyme and are widely distributed in all living organisms. ഇനി ഈ എൻസൈം മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പെർജിലസ് നൈഗർ, അതുപോലെ ആസ്പെർജിലസ് അവമോറി, ഇതിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ബട്ട് വൺ പ്രൊഡ്യൂസ്ഡ് ബൈ റൈസോപ്പസ് ഒറൈസ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. റൈസോപ്പസ് ഒറൈസ എന്നുള്ളതും കൂടുതലായിട്ട് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും ഇതെല്ലാം എന്താണ്? ഫംഗൽ സോഴ്സസ് ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഗ്ലൂക്കോ അമൈലേസ്. ഇനി ഇവർ മെയിനായിട്ടും സോയ സോസിൻ്റെ ഒക്കെ പ്രൊഡക്ഷനിലാണ് ഇൻവോൾവ് ചെയ്യുക ഈ ഗ്ലൂക്കോ അമൈലേസ്. അതേപോലെ ലൈറ്റ് ബിയറിൻ്റെ പ്രൊഡക്ഷനിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ മെറ്റബലൈസ് ഡെക്സ്ട്രിൻ ആൻഡ് കൺവേർട്ട് ദം ടു ഫെർമെൻറ്റബിൾ ഷുഗർ വിത്ത്
reduced caloric value and alcohol content in the beer. ഇനി അടുത്തയാണ് പ്രോട്ടീസ്. അതായത് പ്രോട്ടീനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് പ്രോട്ടീസ് എന്ന് പറയുന്നത്. സോ പ്രോട്ടീസ് ആർ ദ എൻസൈം വിച്ച് കാറ്റലൈസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് പ്രസന്റ് ഇൻ പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്. ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അനിമൽ, പ്ലാന്റ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസം. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമ്മൾ പ്രോട്ടീസ് എടുക്കാറുണ്ട്. ബോത്ത് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ സോഴ്സസ് വരുന്നുണ്ട്. ഇനി ഇവരുടെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എവിടെയാണ് ഇവർ ആക്ട് ചെയ്യുന്നതെന്നനുസരിച്ച് രണ്ട് ടൈപ്പ് പ്രോട്ടീസ് ആണുള്ളത്, എക്സോപെപ്റ്റിഡേസ് ആൻഡ് എൻഡോപെപ്റ്റിഡേസ്. ഓക്കെ, അതിൽ എക്സോപെപ്റ്റിഡേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എൻഡുകളിലായിരിക്കും അവർ ആക്ട് ചെയ്യുക. പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ എൻഡുകളിലായിരിക്കും ആക്ട് ചെയ്യുക. എൻഡോപെപ്റ്റിഡേസ് എന്ന് പറയുമ്പോൾ ഇന്നർ പോർഷനിലായിരിക്കും അവർ ആക്ട് ചെയ്യുന്നത്. ഇനി എൻഡോപെപ്റ്റിഡേസ് തന്നെ 6 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ കാറ്റലിറ്റിക് റെസിഡ്യൂ. അത് ഏതൊക്കെയാണ്, ഒരു ആക്റ്റീവ് സൈറ്റിലുള്ള കാറ്റലിറ്റിക് റെസിഡ്യൂ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് 6 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെറൈൻ ഉണ്ട്, സെറൈൻ പ്രോട്ടിയേസ് ഉണ്ട്, അസ്പാർട്ടിക് ഉണ്ട്, സിസ്റ്റീൻ ഉണ്ട്, മെറ്റലോ ഉണ്ട്, ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്, ത്രിയോണിൻ പ്രോട്ടിയേസ് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, എൻഡോപെപ്റ്റിഡേസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്, സെറൈൻ പ്രോട്ടിയേസ്, അസ്പാർട്ടിക് പ്രോട്ടിയേസ്, സിസ്റ്റീൻ പ്രോട്ടിയേസ്, മെറ്റലോ പ്രോട്ടിയേസ്, ഗ്ലൂട്ടാമിക് ആസിഡ് പ്രോട്ടിയേസ് ആൻഡ് ത്രിയോണിൻ പ്രോട്ടീസ്. ഇത്രയാണ് 6 ക്ലാസ് ഓഫ് എൻഡോപെപ്റ്റിഡേസ്. ഓക്കെ, ഇനി പ്രാൻ പ്രോട്ടീസ് ആയിട്ടുള്ള ബ്രോമെലിൻ ഒക്കെ, അതേപോലെ ഫിസിൻ, പെപ്പൈൻ, ഇതൊക്കെ നമ്മൾ ബ്രൂവിങ്, ടെൻഡറൈസേഷൻ ഓഫ് മീറ്റ്, കൊയാഗുലേഷൻ ഓഫ് മിൽക്ക്, അതേപോലെ ഡൈജസ്റ്റീവ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ബ്രോമെലിൻ, ഫിസിൻ ആൻഡ് പെപ്പൈൻ ഒക്കെയാണ് ഈ ഇത്രയും ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുക. ഇനി ആസിഡ് പ്രോട്ടീസ് നമ്മൾ ആസ്പെർജില്ലസ് ഉസാമി എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അവർ നമ്മൾ വീറ്റ് ഗ്ലൂട്ടൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. താങ്ക് യു എവറി വൺ.